പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ 3 വിഭവങ്ങൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന 3 വിഭവങ്ങളാണ്. അതിൽ ആദ്യത്തേത് പരിപ്പ് പപ്പായ കറിയാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അത് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴേക്കും ഞാൻ കപ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെന്ത് വരുന്ന പരിപ്പിലേക്ക് ഈ കപ്പളങ്ങയെ പൊടികളും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം അങ്ങനെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കപ്പളങ്ങയും കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം. അതിനുവേണ്ടി ഞാൻ തേങ്ങ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പച്ചമണം മാറുന്നവരെ തിളപ്പിക്കാൻ വെക്കാം. അപ്പം ഞാനങ്ങനെ തേങ്ങ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കൊന്ന് കടുക് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി കടുകും കറിവേപ്പിലയും ഉള്ളിയും കൂടി ഞാൻ താളിച്ച് ചേർത്തു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വിഭവം റെഡിയായി. രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് കൊടപ്പൻ തോരനാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് കൊടപ്പനൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിന് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കടുക് പൊട്ടിച്ചിട്ട് ഞാൻ കറിവേപ്പിലയും ചെറിയുള്ളി ഒന്ന് വറവിട്ടതിന് ശേഷം അതിലേക്ക് കൊടപ്പൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അതൊന്നും ഭാഗം വെന്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ചതച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് അരപ്പ് വേവാനായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ കൊടപ്പൻ തോരനും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ വിഭവം റെഡിയായി. ഇനി നമ്മുടെ മൂന്നാമത്തെ വിഭവം എന്ന് പറയുന്നത് ചമ്മന്തിപ്പൊടിയാണ്. അതും ഞാൻ വീട്ടിലെ തേങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടി ഞാൻ തേങ്ങ എല്ലാം ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഒരുപോലെ വറുത്തെടുക്കുമ്പോൾ ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്ത് ഞാൻ നന്നായിട്ട് ആ തേങ്ങ വറുത്തെടുത്തതിന് ചുവപ്പ് കളറാവുന്നവരെ അത് വറുത്തെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, എരിവിന് വേണ്ടി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആ മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇത് തണുക്കാൻ വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വാളമ്പുളിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 3 വിഭവങ്ങളും റെഡിയായി. മായമില്ലാത്ത പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ 3 വിഭവങ്ങളായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വൈകുന്നേരം ഷോർട്സിൽ കാണാം. നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ.